അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മഹാനായ ഖിളുർ നബി അലൈഹിസ്സലാം ധാരാളമായി ചൊല്ലിയ ദിക്ർ, ചൊല്ലുന്നവർക്ക് ധനസമ്പാദ്യ മാർഗം വിശാലമായി കിട്ടുന്ന ദിക്റാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആ ദിക്ർ ഏതാണ്, എങ്ങനെയാണ് ചൊല്ലേണ്ടത്, എത്ര എണ്ണം ചൊല്ലണം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ക്ഷമയോടെ കാണുക. അറിവുകൾ അറിയാത്തവർക്ക് നല്ല നിയ്യത്തോടെ മാത്രം ഷെയർ ചെയ്യുകയും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നമുക്കിടയിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ബാങ്ക് പലിശ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. വാടകയ്ക്ക് വീട്ടിൽ താമസിക്കുന്നവരുണ്ട്. ബിസിനസ്സുകളിൽ പണമിറക്കി കുടുങ്ങിയവരുണ്ട്. ഇങ്ങനെ ഒരുപാട് രീതിയിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന, ഞെരുക്കമനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അനുവദനീയമായിരിക്കുന്ന ധനസമ്പാദ്യ മാർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സത്യവിശ്വാസിയുടെ ചര്യയാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും. മഹാനായ ഷേഖ് യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു ഇവിടുന്ന് പറയുന്നത് കാണാം: നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമായ സാമ്പത്തിക സ്രോതസ് ലഭ്യമാവാനും ഐശ്വര്യമാർഗം തുറക്കപ്പെടാനും ഈ കാര്യം നിത്യമാക്കുക. എല്ലാ ദിവസവും ളുഹാ നിസ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ നിസ്കരിക്കുന്ന ഏതെങ്കിലും സുന്നത്ത് നിസ്കാരത്തിന് ശേഷമോ 2 റക്അത്തുള്ള ഏതെങ്കിലും ഒരു സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചതിന് ശേഷമോ ആണ് ഇനി പറയുന്ന ദിക്ർ ചൊല്ലേണ്ടത്. അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ വാസിഉ യാ അല്ലാഹ്, യാ വാസിഉ യാ അല്ലാഹ് എന്ന ദിക്റിനെ 137 തവണയാണ് ചൊല്ലേണ്ടത്. ചൊല്ലുന്ന സമയത്ത് അവൻ്റെ 2 കൈകളും ഉയർത്തിപ്പിടിച്ച്, നമ്മൾ ദുആ ചെയ്യുന്ന പോലെ കൈ ഉയർത്തുന്നത് പോലെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ചൊല്ലേണ്ടത്. പൂർണ്ണമായും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അവൻ്റെ 2 കൈ കൊണ്ട് മുഖം തടവുകയും ചെയ്യുക. ഇങ്ങനെ ദിവസവും ചെയ്യുന്നവർക്ക് ആവശ്യമായ ധനസമ്പാദ്യ മാർഗം വിശാലമായി കിട്ടുന്നതാണ്. യാ വാസിഉ യാ അല്ലാഹ് എന്നതിൻ്റെ അർത്ഥം അതിവിശാലൻ എന്നാണ്. അതിവിശാലമായി ഗുണം ചെയ്യുന്ന അള്ളാഹുവിനെയാണ് നാം വിളിക്കുന്നത്. ഈ ദിക്റിനെ ബഹുമാനപ്പെട്ട ഖിളുർ നബി അലൈഹിസ്സലാം ധാരാളമായി ചൊല്ലാറുണ്ടായിരുന്നു എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും നാം പ്രാവർത്തികമാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ അറിവിനെ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.